എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് റാപ്പിഡ് ഫയറിൽ കാണാൻ പോകുന്നത്. മോളിക്കുലർ ബയോളജിയുമായി ബന്ധപ്പെട്ട 5 പ്രധാനപ്പെട്ട സീക്വൻസുകൾ നമ്മുടെ പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന 5 എണ്ണം നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് കാണാൻ പോവുകയാണ്. കുട്ടികളെ ഏറ്റവും ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് പ്രെപ്നോ ബോക്സ് ആണ്. പ്രെപ്നോ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇത് പ്രോകാരിയോട്സിന്റെ DNA-യുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയയാണ്. പ്രെപ്നോ ബോക്സിന്റെ പ്രത്യേകത, ഇവർ ഏകദേശം 10 ബേസ് പെയർ അപ്സ്ട്രീമിലാണ് കാണപ്പെടുന്നത് ഫ്രം ദ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റ്. പ്രെപ്നോ ബോക്സിന്റെ സീക്വൻസ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം TATAAT. ഇത്രയുമാണ് പ്രെപ്നോ ബോക്സിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. പ്രെപ്നോ ബോക്സ് അത് എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ബാക്ടീരിയയുടെ അല്ലെങ്കിൽ പ്രോകാരിയോട്സിന്റെ പ്രൊമോട്ടർ റീജിയനിൽ ഉള്ള ഒരു ഏരിയയാണ്. ഇതിന്റെ പുറത്തേക്കാണ് RNA പോളിമറൈസ് വന്ന് ലാൻഡ് ചെയ്യുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് യൂകാരിയോട്സിൽ ടാറ്റ ബോക്സ് എന്ന് പറയുന്ന ഒരു ബോക്സ് ഉണ്ട്. ഇവിടെ ടാറ്റ ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടാറ്റ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂകാരിയോട്സിന്റെ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റിൽ നിന്നും ഏറെക്കുറെ ഒരു 25 മുതൽ 35 ബേസ് പേഴ്സ് വരെ അപ്സ്ട്രീമിൽ കാണപ്പെടുന്നു. ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റിൽ നിന്നും യൂകാരിയോട്സിൽ ഇത്തരത്തിൽ കാണപ്പെടുന്ന ഒന്നാണ് നമ്മുടെ ടാറ്റ ബോക്സ്. പ്രെപ്നോ ബോക്സിന്റെ കറസ്പോണ്ടിങ് ബോക്സ് ആണ്. ഓക്കെ, എന്നാൽ ഇവിടെ പ്രെപ്നോ ബോക്സ് ഉള്ളതുപോലെ RNA പോളിമറൈസ് ഡയറക്റ്റ് വന്ന് ലാൻഡ് ചെയ്യുന്നില്ല. ടാറ്റ ബോക്സിൽ ടാറ്റ ബൈൻഡിംഗ് പ്രോട്ടീനുകളുടെ സഹായത്തിലാണ് RNA പോളിമറൈസ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. എന്നാൽ ഇതേ യൂകാരിയോട്സിൽ തന്നെ ഈ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റിന്റെ കുറച്ചും കൂടെ മുന്നിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടെ അപ്സ്ട്രീമിലേക്ക് കിടക്കുന്ന ഒരു ബോക്സ് ആണ് ക്യാറ്റ് ബോക്സ്. കുട്ടികളെ ക്യാറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഏറെക്കുറെ -70 അല്ലെങ്കിൽ 70 അപ്സ്ട്രീം ടു 80 ബേസ് പെയർസ് അപ്സ്ട്രീമിലാണ് കിടക്കുന്നത് ഫ്രം ദ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റ്. അതായത് യൂകാരിയോട്സിലെ ട്രാൻസ്ക്രിപ്ഷന്റെ ഫ്രീക്വൻസിയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗമാണ് ക്യാറ്റ് ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും ചില സ്പെസിഫിക് ആയിട്ടുള്ള ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് വന്ന് ബൈൻഡ് ചെയ്യാറുണ്ട്. അടുത്ത നാലാമത്തെ നോക്കൂ. നാലാമത്തേതാണ് ഷൈൻ ഡെൽഗാർനോ സീക്വൻസ്. ഷൈൻ ഡെൽഗാർനോ സീക്വൻസ് നമ്മുടെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്. ഷൈൻ ഡെൽഗാർനോ സീക്വൻസ്, അതിന്റെ സീക്വൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AGG ചിലപ്പോൾ U എന്നും കൂടെ കാണാം കേട്ടോ. അപ്പോൾ ഇത് 5' to 3' ആണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഡിറക്ഷൻ എല്ലാം. അത് ഇറ്റ് ഇസ് ഓൾറെഡി അണ്ടർസ്റ്റുഡ്. ഷൈൻ ഡെൽഗാർനോയുടെ പ്രത്യേകത, പ്രോകാരിയോട്സിൽ നമ്മുടെ 16S RNA ഉണ്ടല്ലോ റൈബോസോംസിന്റെ, അവർ വന്ന് ആദ്യം റെക്കഗ്നൈസ് ചെയ്യുന്ന സീക്വൻസ് ആണ് ഷൈൻ ഡെൽഗാർനോ സീക്വൻസ്. എന്നാൽ നമ്മുടെ യൂകാരിയോട്സിൽ ഷൈൻ ഡെൽഗാർനോയ്ക്ക് ബദലായി പ്രത്യേകിച്ച് സീക്വൻസുകളൊന്നുമില്ല. എന്നാലും നമ്മൾ ആ ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒന്നാണ് കൊസാക് സീക്വൻസ്. കൊസാക് സീക്വൻസ്, കൂടുതൽ കൊസാക് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂകാരിയോട്സിൽ സ്റ്റാർട്ട് കോഡോൺ AUG എന്ന് പറയുന്ന സ്റ്റാർട്ട് കോഡോൺ ഈ ഒരു കൊസാക് സീക്വൻസിന്റെ ഉള്ളിലായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ AUG എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അപ്പോൾ ഇത്തരത്തിൽ AUG എന്ന് പറയുന്ന ഈ സ്റ്റാർട്ട് കോഡോൺ യൂകാരിയോട്സിൽ കൊസാക് സീക്വൻസ് എന്ന് പറയുന്ന ഒരു സീക്വൻസിന്റെ ഉള്ളിലായിരിക്കും ഇരിക്കുന്നത്. ACCAUGGG എന്ന് പറയുന്ന ഒരു സീക്വൻസിലായിരിക്കും കൊസാക് സീക്വൻസ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്യാറ്റ് ബോക്സ്, പ്രെപ്നോ ബോക്സ്, ടാറ്റ ബോക്സ്, ഷൈൻ ഡെൽഗാർനോ, കൊസാക് സീക്വൻസ്. ക്യാറ്റ് ബോക്സിന്റെ ആക്ച്വൽ എക്സ്റ്റൻഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ GGCT എന്ന് കൂടെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതാണ് അവരുടെ ആക്ച്വൽ സീക്വൻസ്. അപ്പോൾ ഈ പറയുന്ന 5 സീക്വൻസുകൾ നമ്മുടെ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ പെട്ടെന്ന് ഒന്ന് ബ്രഷപ്പ് ചെയ്തേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഇനി ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു തംസ് അപ്പ് ഇട്ടേക്കുക.